ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോളിക്കിൾ ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഊജെനിസിസ്, അതായത് ഓവത്തിൽ വരുന്ന അല്ലെങ്കിൽ ഓവമാവുന്നത് വരെയുള്ള സെൽ ഡിവിഷൻ, സെല്ലിൽ വരുന്ന വ്യത്യാസം നമ്മൾ കണ്ടു, അല്ലെങ്കിൽ സെൽ ഡിവിഷന്റെ സൈക്കിൾ നമ്മൾ കണ്ടു. ശരിയാണല്ലോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോളിക്കിൾസിന്റെ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ എന്താണ് ഒരു ഫോളിക്കിൾ എന്നും ഫോളിക്കുലാർ ഡെവലപ്മെന്റ് എന്താണെന്നും ഫോളിക്കുലാർ ഡെവലപ്മെന്റിന് ശേഷം അല്ലെങ്കിൽ മെൻസ്ട്രേഷന്റെ ഒരു ബേസിക് കാര്യം കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. സോ എന്താണ് ഫോളിക്കിൾ ഡെവലപ്മെന്റ് എന്നുള്ളതിലേക്ക് നമുക്ക് നേരിട്ട് കിടക്കാം. അപ്പൊ നോക്ക്, നമ്മളുടെ അകത്തുള്ള ഓവറിക്ക് അകത്താണ് ഫീമെയിൽ ജേം സെൽ ആയിട്ടുള്ള ഊഗോണി ഉള്ളത്. ഊഗോണി ആദ്യം മൈറ്റോസിസ് വഴി ഒരുപാട് കോപ്പി ഉണ്ടാവും. അതിനുശേഷം ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഗ്രോ ചെയ്തതിനു ശേഷം പ്രൈമറി ഊസൈറ്റ് ആയി മാറും. ഈ പ്രൈമറി ഊസൈറ്റിന് മിയോസിസ് 1 സ്റ്റാർട്ട് ചെയ്യും, പക്ഷെ കംപ്ലീറ്റ് ആക്കാൻ സാധിക്കില്ല. അറസ്റ്റഡ് ഇൻ പ്രോഫേസ് 1. ഇങ്ങനെയാണ് ഒരു കുട്ടി ജനിക്കുന്നത്, ഒരു പെൺകുട്ടി ജനിക്കുന്നത്. പ്യൂബേർട്ടി വരെ ഇങ്ങനെയാണ് ആ കുട്ടി ജീവിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ശരിയാണല്ലോ. അപ്പൊ നോക്ക്, ഞാൻ ഇവിടെ വരയ്ക്കാൻ പോകുന്നത് ഒരു പ്രൈമറി യൂസൈറ്റ് ആണ്. അപ്പൊ ഒരു പ്രൈമറി യൂസൈറ്റ് എന്ന് പറയുമ്പം അയാളുടെ അകത്തുള്ള ഹാപ്ലോയിഡ് ആണോ ഡിപ്ലോയിഡ് ആണോ എന്ന് ചോദിച്ചാൽ അയാൾ ആരാണ്? അയാള് ഡിപ്ലോയിഡ് കണ്ടന്റ് ആണ്. ഇതൊരു പ്രൈമറി ഊസൈറ്റ് ആണ്. ശരിയാണല്ലോ. അപ്പം ഈ പ്രൈമറി യൂസൈറ്റ് ഇങ്ങനെ ഒരുപാട് മില്യൺ കണക്കിന് പ്രൈമറി യൂസൈറ്റ് ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ഓവറിയിൽ ഉണ്ടായിരിക്കും. അതിൽ യാതൊരു തർക്കമില്ലല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇയാൾ ആരാണ്? പ്രൈമറി ഊസൈറ്റ് ആണ്. പ്രൈമറി ഊസൈറ്റ് ആണ്. അപ്പം ഒരു എംബ്രിയോ അല്ലെങ്കിൽ ഒരു എംബ്രിയോണിക് സ്റ്റേജിലുള്ള ഒരു പെൺകുട്ടീന്റെ ഓവറിക്കകത്ത് പ്രൈമറി യൂസൈറ്റ് ഉണ്ടാവുമ്പം എംബ്രിയോണിക് ഡെവലപ്മെന്റ് സമയത്ത് തന്നെ ഈ പ്രൈമറി യൂസൈറ്റ് ഒരിക്കലും ഒറ്റയ്ക്കായിട്ടല്ല ഉണ്ടാവുക. പ്രൈമറി യൂസൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന സെല്ല് ഉണ്ടല്ലോ, ഓവറിയിൽ ഇഷ്ടം പോലെ മില്യൺ കണക്കിന് പ്രൈമറി യൂസൈറ്റ് ആവുമെന്ന് പറഞ്ഞല്ലേ. ഈ പ്രൈമറി യൂസൈറ്റ് ഒരിക്കലും ഇങ്ങനെ ഒറ്റയ്ക്ക് തനിച്ചല്ല ഉണ്ടാവുക. അതിന് ചുറ്റും ഒരു ലെയർ ഓഫ് സെല്ല് ഉണ്ടായിരിക്കും. ലെയർ ഓഫ് സെല്ല് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇത് ഈ സെല്ലിന്റെ പേരെന്താ? ഈ ലെയർ ഓഫ് സെല്ലിന്റെ പേരെന്താ എന്ന് ചോദിച്ചാൽ ഈ സെല്ലിനെയാണ് നമ്മൾ ഫോളിക്കുലാർ സെൽ എന്ന് പറയുക. ഫോളിക്കുലാർ സെല്ല്, ഫോളിക്കുലാർ സെല്ല്, അല്ലെങ്കിൽ വേറൊരു പേരും ഇതിനുണ്ട്, ഗ്രാനുലോസ സെൽസ്. ഗ്രാനുലോസ സെൽസ്, ഗ്രാനുലോസ സെൽ. ഓക്കെ, അപ്പം പ്രൈമറി യൂസൈറ്റ് എന്ന് പറഞ്ഞ സെല്ലിന് ചുറ്റുവട്ടത്തും സിംഗിൾ ലെയർ ഓഫ് ഗ്രാനുലോസ സെൽസ് ഉണ്ട് എങ്കിൽ ഇപ്പൊ നമ്മൾ ഈ സ്ട്രക്ചറിനെ, ഈ കംപ്ലീറ്റ് സ്ട്രക്ചറിനെയാണ് എന്തെന്ന് വിളിക്കുക? പ്രൈമറി ഫോളിക്കിൾ എന്ന് വിളിക്കുക. പ്രൈമറി ഫോളിക്കിൾ എന്ന് വിളിക്കുന്നത്. സോ വാട്ട് ഈസ് പ്രൈമറി ഫോളിക്കിൾ? ഒരു പ്രൈമറി യൂസൈറ്റിന് ചുറ്റും സിംഗിൾ ലെയർ ഓഫ് ഗ്രാനുലോസ സെൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടോട്ടൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ ഒരു പ്രൈമറി യൂസൈറ്റ് എന്ന് വിളിക്കുക, പ്രൈമറി ഫോളിക്കിൾ എന്ന് വിളിക്കുക. ശരിയാണല്ലോ. സോ പ്രൈമറി യൂസൈറ്റ് അകത്ത് പുറത്ത് ഒരു ലെയർ ഓഫ് ഗ്രാനുലോസ സെൽസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി ജനിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഒരിക്കലും ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രൈമറി യൂസൈറ്റ് കാണൂല. അതിന് ചുറ്റും എന്തുണ്ടായിരിക്കും? ഗ്രാനുലോസ സെൽസ് അതിന് ചുറ്റും ഉണ്ടായിരിക്കും. അപ്പം പ്രൈമറി ഫോളിക്കിൾസ് ആണ് ഒരു പെൺകുട്ടി ജനിക്കുന്ന സമയത്ത് ഉണ്ടാവുക. ഓക്കെ, എത്ര പ്രൈമറി ഫോളിക്കിൾ ഒരു ഓവറിന്റെ അകത്ത് ഉണ്ടാവും ജനിക്കുന്ന സമയത്ത് എന്ന് ചോദിച്ചാല് മില്യൺസ് ഓഫ് പ്രൈമറി ഫോളിക്കിൾ ഉണ്ടായിരിക്കും ബർത്തിന്റെ സമയത്ത്. ഇനി പ്യൂബേർട്ടി ആവുമ്പോഴാണല്ലോ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക. പ്യൂബേർട്ടിയിൽ ഒരു പെൺകുട്ടിയുടെ ഒരു ഓവറിക്കകത്ത് എത്ര പ്രൈമറി ഫോളിക്കിൾ ഉണ്ടാവും എന്ന് ചോദിച്ചാല് 60,000 മുതൽ 80,000 വരെ പ്രൈമറി ഫോളിക്കിൾ ആണ് ഓവറിയിൽ ഉണ്ടാവുക. ഏത് സമയത്ത്? പ്യൂബേർട്ടിയുടെ സമയത്ത്. അങ്ങനെ പ്യൂബേർട്ടി ആവുമ്പോൾ ഫസ്റ്റത്തെ ഒരു മെൻസ്ട്രേഷൻ സംഭവിക്കുമല്ലോ അല്ലെ, അതിനെയാണ് നമ്മൾ മെനാർക്ക് എന്ന് പറയുന്നത്. ആ മെനാർക്കിന്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാല് GnRH എന്ന് പറഞ്ഞ ഹോർമോൺ നമ്മളുടെ ഹൈപ്പോതലാമസിൽ ഉണ്ടാവും. അങ്ങനെ FSHും LHും ആന്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യും. അപ്പം 2 ഓവറി ആണല്ലോ ഒരു ഫീമെയിലിൽ ഉള്ളത്. അതിന്റെ അകത്ത് ഒരു ഓവറിയുടെ അകത്ത് പ്യൂബേർട്ടിന്റെ സമയത്ത് 60,000 മുതൽ 80,000 പ്രൈമറി യൂസൈറ്റ് ഉണ്ടല്ലോ. അതിലേതെങ്കിലും ഒരു പ്രൈമറി യൂസൈറ്റ് ഡെവലപ്പ് ചെയ്യും.
ക്ലിയർ ആണോ? എന്ത് ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത് എന്നാണ് ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന്റെ പേരാണ് ഫോളിക്കിൾ ഡെവലപ്മെന്റ്. ഈ പ്രൈമറി ഫോളിക്കിൾ ഇല്ലേ, അയാള് ഡെവലപ്പ് ചെയ്യും. അപ്പൊ എന്ത് ഡെവലപ്മെന്റ് ആണ് നടക്കുന്നതെന്ന് നോക്ക്. ഈ പ്രൈമറി ഫോളിക്കിളിന്റെ ഗ്രാനുലോസ സെൽസ് ഉണ്ടല്ലോ, അയാള് സിംഗിൾ ലെയർ സെൽ അല്ലേ ഉള്ളൂ, അയാള് മൾട്ടിപ്പിൾ ലെയർ ആയിട്ട് മാറും. ഓക്കെ, മൾട്ടിപ്പിൾ ലെയർ ആയിട്ട് മാറും. മൾട്ടിപ്പിൾ ലെയർ ആയി മാറിയ ഒരു ചിത്രം ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. നോക്ക്, ഇയാള് സിംഗിൾ ലെയർ ഗ്രാനുലോസ സെൽസ് ആയിരുന്നു, അയാൾ എന്തായി മാറി? മൾട്ടിപ്പിൾ ലെയർ ഗ്രാനുലോസ സെൽസ് ആയി മാറി. ദാ മൾട്ടിപ്പിൾ ലെയർ ഗ്രാനുലോസ സെൽസ് ആയി മാറി. ആൻഡ് പുതിയ ഒരു ലെയർ ഫോം ചെയ്തിട്ടുണ്ട്. പുതിയ ഒരു ലെയർ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ലെയറിനെയാണ് നമ്മൾ തീക്ക ലെയർ എന്ന് പറയാം. സോ പ്രൈമറി യൂസൈറ്റ് എങ്ങനെയാ ഡെവലപ്പ് ചെയ്തത്? പ്രൈമറി യൂസൈറ്റിന്റെ അകത്ത് ഒരു സിംഗിൾ ലെയർ ഓഫ് ഗ്രാനുലോസ സെൽസ് ആയിരുന്നു. ആ ഗ്രാനുലോസ സെൽസിന്റെ എണ്ണം, ലെയറിന്റെ എണ്ണം കൂടി. ഇപ്പൊ ഞാനിവിടെ വരച്ചത് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ 3 ലെയർ ഉണ്ട്. 1 ലെയർ, 2 ലെയർ, 3 ലെയർ. ഇനി അടുത്തൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു അഡീഷണൽ ലെയർ കൂടെ വന്നു. ഒരു അഡീഷണൽ ലെയർ ഓഫ് പുതിയൊരു ലെയർ ഫോം ചെയ്തു. ആ ലെയറിന്റെ പേരാണ് തീക്ക ലെയർ. ക്ലിയർ ആണല്ലോ? അങ്ങനെ മെനി ലെയർ ഓഫ് ഗ്രാനുലോസ സെൽസും തീക്ക ലെയറും അകത്തത്തെ സെൽ എന്ത് തന്നെയാണ്? പ്രൈമറി ഊസൈറ്റ് തന്നെയാണ്. അതിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ലല്ലോ, പ്രൈമറി ഊസൈറ്റ് തന്നെയാണ്. എങ്കിൽ ഇപ്പൊ ഈ ഫോളിക്കിളിനെ നമ്മൾ വിളിക്കും സെക്കൻഡറി ഫോളിക്കിൾ എന്ന് വിളിക്കും. വാട്ട് വി വിൽ കോൾ സെക്കൻഡറി ഫോളിക്കിൾ. അപ്പം മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തെ ഒരു പെൺകുട്ടിയില്, ഒരു പ്യൂബർട്ടി അറ്റൈൻ ചെയ്ത ഒരു പെൺകുട്ടിയില് ഏതെങ്കിലും ഒരു ഓവറി, 2 ഓവറിയിൽ ഏതെങ്കിലും ഒരു ഓവറിയിലുള്ള ഒരു പ്രൈമറി ഫോളിക്കിൾ എന്തായിട്ട് ഡെവലപ്പ് ചെയ്യും? സെക്കൻഡറി ഫോളിക്കിൾ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. സെക്കൻഡറി ഫോളിക്കിൾ ആവുമ്പോൾ ഗ്രാനുലോസ സെൽസിന്റെ എണ്ണം കൂടും, പുതിയൊരു തീക്ക ലെയർ ഫോം ചെയ്യും. ഓക്കെ, ഇനി ഈ സെക്കൻഡറി ഫോളിക്കിള് അടുത്ത ഡെവലപ്മെന്റിലേക്ക് കിടക്കുകയാണ്. അടുത്ത ഡെവലപ്മെന്റ് എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാല്, ഈ ഗ്രാനുലോസ സെൽസ് ഇപ്പൊ 3 ലെയർ അല്ലേ ഉള്ളത്, അത് ഫർദർ ഇനിയും പുതിയ ലെയർ ഗ്രാനുലോസ സെൽസ് അതിന് വരും. ഇവിടെ പുതിയൊരു ലെയർ ആയിട്ടുള്ള തീക്ക ലെയർ എന്ന് പറഞ്ഞൊരു ലെയർ ഫോം ചെയ്തിട്ടില്ലേ, ആ ലെയർ രണ്ടായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും, തീക്ക ഇന്റേണ ആൻഡ് തീക്ക എക്സ്റ്റേണ. പിന്നെ ഈ ഗ്രാനുലോസ സെൽസിന്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ടാവും, ഒരു ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ് വരും. ആ സ്പേസിന്റെ പേരാണ് ആൻഡ്രം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 3 പോയിന്റ് ഇല്ലേ, അത് വരച്ച ചിത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഇനി കൊണ്ടുവരാൻ പോകുന്നത്. സോ സെക്കൻഡറി ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്താൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. സോ നോക്ക്, സെക്കൻഡറി ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്താൽ സംഭവിക്കുന്ന ഫിഗർ ആണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണുന്നത്. എന്ത് മാറ്റമാണ് വന്നത് എന്നുള്ളത് നോക്കാം. ഗ്രാനുലോസ സെൽസിന്റെ ലേയേഴ്സിന്റെ എണ്ണം കൂടി, ശരിയല്ലേ? ഗ്രാനുലോസ സെൽസിന്റെ ലേയേഴ്സിന്റെ എണ്ണം കൂടി, 3 ഒക്കെ മാറി 4, 5 ഒക്കെ ലേയേഴ്സ് ആയി മാറി. ഓക്കെ, ഇനി തീക്ക ലെയർ എന്ന് പറഞ്ഞ നമ്മളുടെ തീക്ക ലെയർ ഉണ്ടല്ലോ, അത് 2 ലേയേഴ്സ് ആയി ഡിഫറൻഷിയേറ്റ് ചെയ്തു. പുറത്തുള്ള തീക്ക ലെയർ ആണ് തീക്ക എക്സ്റ്റേണ, പുറത്തുള്ളത് എക്സ്റ്റേണ. അകത്തുള്ള തീക്ക ലെയർ ആണ് തീക്ക ഇന്റേണ. ഇവിടെ കാണുന്നതല്ലേ അകത്തുള്ള തീക്ക ഇന്റേണ, ഈ കാണുന്നതാണ് പുറത്തുള്ള തീക്ക എക്സ്റ്റേണ. ഇനി ഗ്രാനുലോസ സെൽസിന്റെ ഇടയിൽ ഇവിടെതാ ഈ ഒരു റീജിയൻ കണ്ടോ, ഈ ഒരു റീജിയൻ അവിടെ എന്താണ്? ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ്. ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള റീജിയൻ ആണ്. ഈ ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള റീജിയനെയാണ് നമ്മൾ ആൻഡ്രം എന്ന് പറയുന്നത്. അപ്പം ഗ്രാനുലോസ സെൽസിന്റെ ഇടയിൽ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആൻഡ്രവും ഫോം ചെയ്തു. വ്യത്യാസം അവിടെ തീരുന്നുണ്ടോ? ഇല്ല. വേറെ എന്ത് വ്യത്യാസം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്? ഞാൻ 3 വ്യത്യാസം ഇപ്പൊ പറഞ്ഞു. ഗ്രാനുലോസ സെൽസിന്റെ എണ്ണം കൂടി, ലേയേഴ്സിന്റെ എണ്ണം കൂടി, തീക്ക ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇന്റേണയും എക്സ്റ്റേണയുമായി മാറി, ആൻഡ് ആൻഡ്രം എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി ഉണ്ടായി. അതോടുകൂടെ വ്യത്യാസം അവസാനിക്കുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യത്യാസം ആയതുകൊണ്ടാണ് ഞാൻ അവസാനം പറയാന്ന് വിചാരിച്ചത്. ഇത് നീറ്റ് എക്സാമിന് ചോദിക്കുന്നതാണ്, അല്ലെങ്കിൽ എനി എക്സാമിന് ചോദിക്കുന്നതാണ്. ഏറ്റവും വലിയ വ്യത്യാസം കിടക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ, പ്രൈമറി യൂസൈറ്റ് ഇപ്പോഴാണ് ഡിവിഷൻ കംപ്ലീറ്റ് ആക്കിയത്. അപ്പൊ പ്രൈമറി യൂസൈറ്റ് ഡിവിഷൻ കംപ്ലീറ്റ് ആക്കിയാൽ എന്ത് കിട്ടും? സെക്കൻഡറി യൂസൈറ്റും കിട്ടും, ഫസ്റ്റ് പോളാർ ബോഡിയും കിട്ടും. ശരിയല്ലേ? ഞാൻ ഇവിടെ സെക്കൻഡറി യൂസൈറ്റ് മാത്രമേ വരച്ചിട്ടുള്ളൂ. എന്ത് വരയ്ക്കേണ്ട ആവശ്യമില്ല, ഫസ്റ്റ് പോളാർ ബോഡി വരയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? അത് ഫോളിക്കിളിന്റെ ഇടയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഫസ്റ്റ് പോളാർ ബോഡി എനിവേ ഡീജനറേറ്റ് ചെയ്തു പോകും എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ.
ക്ലിയർ അല്ലേ? യെസ്. അപ്പം സെക്കൻഡറി ഫോളിക്കിള് എന്തൊക്കെ വ്യത്യാസം വന്നത്? ഗ്രാനുലോസ സെൽസിന്റെ എണ്ണം കൂടി, ആൻഡ്രം വന്നു, തീക്ക ഡിഫറൻഷിയേറ്റ് ചെയ്തു, ആൻഡ് പ്രൈമറി യൂസൈറ്റ് ഡിവൈഡ് ചെയ്ത് എന്ത് യൂസൈറ്റ് ആയി മാറി? സെക്കൻഡറി യൂസൈറ്റ് ആയി മാറി. അങ്ങനെ ഡെവലപ്പ് ചെയ്തുണ്ടായ ഈ ഫോളിക്കിളിനെയാണ്, സെക്കൻഡറി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഫോളിക്കിൾ ഏതാടാ? ടേർഷ്യറി ഫോളിക്കിൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ദിസ് ഈസ് കോൾഡ് ടേർഷ്യറി ഫോളിക്കിൾ. ഓക്കെ, ഇനി ഫർദർ ഡെവലപ്മെന്റ് ഉണ്ടാവും. ഇനി ടേർഷ്യറി ഫോളിക്കിൾ അടുത്ത നെക്സ്റ്റ് ലെവൽ ഓഫ് ഫോളിക്കിൾ ആയി മാറും. അപ്പൊ എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുക എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു തരാം, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ചിത്രം കാണിച്ചു തരാം. അപ്പം തീക്കയ്ക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും ഇനി വ്യത്യാസമില്ല. ഇനി അടുത്തത് വ്യത്യാസം വരാൻ പോകുന്നത് എന്താന്ന് ചോദിച്ചാല്, നോക്ക് ഇവിടെ ഈ ടേർഷ്യറി ഫോളിക്കിളിന്റെ അകത്തുള്ള ആൻഡ്രം ശ്രദ്ധിച്ചു നോക്ക്. ആ ആൻഡ്രം ചെറുതാണ്. ആ ആൻഡ്രം എന്തായി മാറും എന്ന് ചോദിച്ചാല് വലിയ ആൻഡ്രമായി മാറും. വലിയൊരു സ്പേസ് ആൻഡ്രം ഉണ്ടാക്കും. ഓക്കെ, ആൻഡ്രം വലുതായി വരും. ഇനി സെക്കൻഡറി യൂസൈറ്റ് ആണല്ലോ ഇപ്പൊ ഇതിന്റെ അകത്തുള്ള സെല്ല്. ആ സെല്ലിന്റെ പുറത്ത് പുതിയൊരു ലെയർ ഫോം ചെയ്യും. അത് ഒരിക്കലും സെല്ല് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ലെയർ അല്ല, ഒരു നോൺ സെല്ലുലാർ ലെയർ ആണ്. ആ ലെയറിന്റെ പേരാണ് സോണ പെല്ലൂസിഡ. അപ്പം സെക്കൻഡറി യൂസൈറ്റിന് ചുറ്റും ഒരു സോണ പെല്ലൂസിഡ എന്ന് പറഞ്ഞൊരു ലെയറും കൂടെ അഡീഷണലി വരും. ആൻഡ് ആൻഡ്രം കുറച്ചും കൂടെ വലുതാവും. ഇതാണ് ഇനി അടുത്ത ഫോളിക്കിൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അടുത്ത ഫോളിക്കുലർ ഡെവലപ്മെന്റിന്റെ സമയത്ത് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ള ഫോളിക്കിളിനെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. സോ ഇതാണ് നമ്മൾ പറഞ്ഞ ഫോളിക്കിള്. അപ്പൊ നോക്ക്, ടേർഷ്യറി ഫോളിക്കിളിൽ നിന്നും അടുത്ത ഫോളിക്കിളിലേക്ക് എത്തുന്ന സമയത്ത് ആൻഡ്രം ഞാൻ പറഞ്ഞ പോലെ വലിയ ആൻഡ്രമായി മാറിയിട്ടുണ്ട്. അതല്ലേ ഞാൻ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത്. ആൻഡ് ഈ പറയുന്ന സെക്കൻഡറി യൂസൈറ്റിന് ചുറ്റും ഒരു പുതിയ നോൺ സെല്ലുലാർ ലെയർ ഫോം ചെയ്തിട്ടുണ്ട്. ആ നോൺ സെല്ലുലാർ ലെയറിന്റെ പേരാണ് സോണ പെല്ലൂസിഡ. സോണ പെല്ലൂസിഡ കാണാൻ പറ്റുന്നില്ലേ? ആ നോൺ സെല്ലുലാർ ലെയർ ഈസ് കോൾഡ് സോണ പെല്ലൂസിഡ. ഇവിടെ അങ്ങനെ ഒരു ലെയർ ഇല്ല. അപ്പൊ ഈ സെക്കൻഡറി യൂസൈറ്റിന് ചുറ്റുമേ സോണ പെല്ലൂസിഡ എന്ന് പറഞ്ഞ നോൺ സെല്ലുലാർ ലെയർ ഇവിടെ ഫോം ചെയ്തത് കണ്ടോ? സോ ഇവിടെ ഒരു സോണ പെല്ലൂസിഡ എന്ന് പറഞ്ഞ ലെയർ കാണാൻ പറ്റും. ആ സോണ പെല്ലൂസിഡ എന്ന് പറയുന്നത് ഒരു നോൺ സെല്ലുലാർ ആണ്, സെല്ല് കൊണ്ടല്ല ഉണ്ടാക്കിയത്. ആൻഡ് അയാളുടെ മുകളിൽ സ്പേം ബൈൻഡ് ചെയ്യുന്ന റിസപ്റ്റേഴ്സ്, സ്പേം ബൈൻഡിങ് റിസപ്റ്റേഴ്സ് ആരുടെ മുകളിൽ കാണാൻ പറ്റും? സോണ പെല്ലൂസിഡയുടെ മുകളിൽ കാണാൻ പറ്റും. സോ there are some glycoprotein receptors for sperm binding. ആരുടെ മുകളിൽ ഉണ്ട് എന്നാ പറഞ്ഞത്? സോണ പെല്ലൂസിഡയുടെ മുകളിൽ ഉണ്ട്. അപ്പൊ ഇപ്പൊ ഉണ്ടായ ഈ ടേർഷ്യറി ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായ ഈ മെച്യൂർ ആയിട്ടുള്ള ഫോളിക്കിളിനെയാണ് നമ്മള് ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയുന്നത്. സോ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയുന്നത്. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ ആണ് റപ്ചർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യുമ്പോഴാണ് ഓവുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നോക്ക്, അപ്പൊ പ്രൈമറി ഫോളിക്കിൾ എന്താ നമ്മൾ പറഞ്ഞു, സെക്കൻഡറി ഫോളിക്കിൾ എന്താന്ന് പറഞ്ഞു, ടേർഷ്യറി ഫോളിക്കിൾ എന്താന്ന് പറഞ്ഞു, ഗ്രാഫിയൻ ഫോളിക്കിൾ പറഞ്ഞു. ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യും. എടാ, ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യുമ്പോൾ പുറത്തേക്ക് എന്തൊക്കെയായിരിക്കും പോവുക? വെറുതെ സെക്കൻഡറി യൂസൈറ്റ് മാത്രമാണോ പോവുക? അല്ല. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ഇവിടെ എടുത്തു പറയാനുള്ള കാര്യം എന്താന്ന് ചോദിച്ചാല്, നോക്ക്, ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ ആയി ഡെവലപ്പ് ചെയ്ത സമയത്ത് നമ്മളുടെ ഈ സോണ പെല്ലൂസിഡ അല്ലെങ്കിൽ ഈ സെക്കൻഡറി യൂസൈറ്റ് ഉണ്ടല്ലോ, ഈ സെല്ല്, ഇതാണല്ലോ സെക്കൻഡറി യൂസൈറ്റ്. അതിന് ചുറ്റും ആരുണ്ട്? ഗ്രാനുലോസ സെൽസ് അറേഞ്ച് ചെയ്തിട്ടില്ലേ? ഞാനത് ഹൈലൈറ്റ് ചെയ്യാം. അപ്പം ഈ സെക്കൻഡറി യൂസൈറ്റിന് ചുറ്റും അറേഞ്ച് ചെയ്ത് വെച്ച ഗ്രാനുലോസ സെൽസിനെ ഇനി നമ്മൾ ഒറ്റ വാക്കിൽ വിളിക്കും. ഗ്രാനുലോസ സെൽസ് എന്നോ ഫോളിക്കുലാർ സെൽസ് എന്നോ അല്ല വിളിക്കുന്നത്. ഇതിന് ചുറ്റുമുള്ള ഗ്രാനുലോസ സെൽസിനെയാണ് നമ്മൾ കൊറോണ റേഡിയേറ്റ എന്ന് പറയുക. കൊറോണ റേഡിയേറ്റ. അപ്പം ഇതാണ് നമ്മളുടെ ഗ്രാഫിയൻ ഫോളിക്കിൾ. മെച്യൂർ ആയിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിൾ ആണ് റപ്ചർ ചെയ്യുമ്പോഴാണ് ഓവുലേഷൻ സംഭവിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇയാൾ റപ്ചർ ചെയ്താൽ ആരൊക്കെ ആയിരിക്കും പുറത്തേക്ക് പോവുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ സെക്കൻഡറി യൂസൈറ്റ് പുറത്തേക്ക് പോവില്ലേ?
സെക്കൻഡറി oocyte പുറത്തേക്ക് പോകും. അയാൾക്ക് ചുറ്റും എന്തുണ്ട്? സോണ പെല്ലൂസിര എന്ന് പറഞ്ഞ നോൺ സെല്ലുലാർ ലെയർ ഉണ്ട്. അയാളുടെ മുകളിൽ സ്പേമിനെ ബൈൻഡ് ചെയ്യാനുള്ള റിസപ്റ്റർ ഉണ്ട്. ശരിയല്ലേ? അയാൾക്ക് ചുറ്റും ഗ്രാനുലോസ സെൽസ് ഉണ്ടല്ലോ. ഈ ഗ്രാനുലോസ സെൽസ്, അയാളുടെ പേര് ഇപ്പൊ എന്താണ്? കൊറോണ റേഡിയേറ്റർ എന്നല്ലേ പേര്. അയാളും പുറത്തേക്ക് പോകും. അപ്പൊ ഇത്ര സ്ട്രക്ചേഴ്സ് ആണ് ഓവുലേറ്റ് ചെയ്യുമ്പോൾ റപ്ചർ ചെയ്ത് പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, അതിനാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം ഈ പറയുന്ന ആള് റപ്ചർ ചെയ്താൽ എന്താ ഉണ്ടാവുക എന്നുള്ളതും കൂടെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതാണ് ഗ്രാഫിയൻ ഫോളിക്കിള്. ഗ്രാഫിയൻ ഫോളിക്കിള് റപ്ചർ ചെയ്യുമ്പോൾ പുറത്തേക്ക് ആരാ പോയത്? സെക്കൻഡറി oocyte, പുറത്ത് സോണ പെല്ലൂസില, പുറത്ത് കൊറോണ റേഡിയേറ്റ. ഇതാണ് ഒരു ഓവുലേഷന്റെ സമയത്ത് പോകുന്ന സെക്കൻഡറി oocyte എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സംശയമായിരിക്കും, അല്ല ഈ ഓവറിയുടെ അകത്ത് നിന്ന് ഇങ്ങനെ ഒരു ഫോളിക്കിള് റപ്ചർ ചെയ്തു, ഈ ആൾ ഓവറിയുടെ അകത്തുനിന്ന് പുറത്തേക്ക് പോയി. ഓക്കെ, ഈ ഓവറിയുടെ അകത്ത് എന്താണ് സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സംശയമായിരിക്കും. ശരിയാണല്ലോ? അയാൾ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാല്, ഗ്രാഫിയൻ ഫോളിക്കിള് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു എൻഡോക്രൈൻ സെല്ലായി മാറും, കോൾഡ് ഒരു എൻഡോക്രൈൻ സ്ട്രക്ചർ ആയി മാറും, കോൾഡ് കോർപ്പസ് ലൂട്ടിയം. അതായത് റപ്ചേർഡ് ആയിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിൾ ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. റപ്ചേർഡ് ആയിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിൾ വിൽ ബിക്കം എ സ്ട്രക്ചർ കോൾഡ് കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം എന്ന് പറഞ്ഞ സ്ട്രക്ചർ ആയിട്ട് മാറും. ഇയാൾ ഒരു താൽക്കാലിക ടെമ്പററി എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. എന്താ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ? ഹോർമോൺ റിലീസ് ചെയ്യുന്നത്. കോർപ്പസ് ലൂട്ടിയം ഉണ്ടാക്കുന്ന ഹോർമോൺ ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം പ്രൊജസ്ട്രോൺ ആണ്. നമുക്ക് മെൻസ്ട്രൽ സൈക്കിളിൽ വിശദമായിട്ട് പഠിക്കാം. ഓക്കെ, പിന്നെ ഈ കോർപ്പസ് ലൂട്ടിയത്തിന് എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ, കോർപ്പസ് ലൂട്ടിയം പിന്നെ കോർപ്പസ് ആൽബിക്കൻസ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിലേക്ക് പോകും, നമുക്ക് പഠിക്കാനില്ല. എനിവേ ഈ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്തു പോകും, നശിച്ചു പോകും. ഏതിന്റെ അകത്ത് തന്നെ? ഓവറിക്ക് അകത്ത് തന്നെ. അപ്പൊ നമ്മൾ ഫോളിക്കിൾ ഡെവലപ്മെന്റ് എല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ. ഇതെല്ലാം കൂടെ ഞാനൊന്ന് സമ്മറൈസ് ചെയ്ത് പറയാണ്. ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ മില്യൺ കണക്കിന് പ്രൈമറി ഫോളിക്കിൾ ഓവറിക്കകത്ത് ഉണ്ടാവും. ഇതെല്ലാം പ്രൈമറി ഫോളിക്കിൾ ആണ്. ഇങ്ങനെ എത്ര പ്രൈമറി ഫോളിക്കിൾ ഉണ്ടാവും? മില്യൺ കണക്കിന് ഉണ്ടാവും. പ്യൂബേർട്ടി ആവുന്ന സമയത്ത് എത്ര ഉണ്ടാവും എന്ന് ചോദിച്ചാൽ 60,000 മുതൽ 80,000 വരെയാണ് ഉണ്ടാവുക. ശരിയാണല്ലോ? അതില് മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, പ്യൂബേർട്ടി അറ്റൈൻ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഈ രണ്ട് ഓവറിക്കകത്ത് നിന്നുള്ള ഏതെങ്കിലും ഒരു പ്രൈമറി ഫോളിക്കിള് ഡെവലപ്പ് ചെയ്യും. എന്തായി മാറും? സെക്കൻഡറി ഫോളിക്കിൾ ആയി മാറും. അപ്പൊ എന്ത് വ്യത്യാസം ഉണ്ടാവുക? ഗ്രാനുലോസ സെൽസിന്റെ എണ്ണം കൂടും, തീക്ക ലെയർ ഫോം ചെയ്യും. ഓക്കെ, ഇനി ഈ സെക്കൻഡറി ഫോളിക്കിള് ഫർദർ ഡെവലപ്സ് ഇൻ ടു ടേഴ്ഷറി ഫോളിക്കിൾ. അപ്പൊ എന്താ ഫോം ചെയ്യുക? തീക്ക ലെയേഴ്സ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. തീക്ക ഇന്റേണ ആൻഡ് തീക്ക എക്സ്റ്റേണ. ഗ്രാനുലോസ സെൽസിന്റെ എണ്ണം വീണ്ടും കൂടും ആൻഡ് ആൻഡ്രം ഡെവലപ്പ് ചെയ്യും. ഇതാണ് നമ്മൾ പുറത്ത് കാണുന്ന വ്യത്യാസം. അകത്താണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യത്യാസം ഇരിക്കുന്നത്. എന്താ? പ്രൈമറി oocyte ഡിവൈഡ്സ് ഇൻടു സെക്കൻഡറി oocyte ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഫസ്റ്റ് പോളാർ ബോഡി ഡീജനറേറ്റ് ചെയ്ത് പോയിക്കോളും. അത് നമ്മൾ മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല, നമ്മൾ അതിനെ കുറിച്ച് ബോധേഡാവേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? ഇനി അതിനുശേഷം ടേഴ്ഷറി ഫോളിക്കിള് എന്തായി മാറും? ഫർദർ ഡെവലപ്സ് ഇൻ ടു ഗ്രാഫിയൻ ഫോളിക്കിൾ. അപ്പൊ അവിടെ എന്താ സംഭവിക്കുക? ഈ സെക്കൻഡറി oocyteന് ചുറ്റും ഒരു ലെയർ ഫോം ചെയ്തിട്ടുണ്ടാവും. നോൺ സെല്ലുലാർ ലെയർ ആണ് കോൾഡ് സോണ പെല്ലൂസിര. ഈ ഗ്രാനുലോസ സെൽസ് എല്ലാം ഇയാൾക്ക് ചുറ്റും പുറത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ ഗ്രാനുലോസ സെൽസിനാണ് നമ്മൾ കൊറോണ റേഡിയേറ്റ എന്ന് പറയുക. അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ആൻഡ്രം ഭയങ്കര പ്രീഡോമിനന്റ് ആയിട്ട് വലുതായി മാറിയിട്ടുണ്ടാവും. സോ ദിസ് ഈസ് ഗ്രാഫിയൻ ഫോളിക്കിൾ. ഗ്രാഫിയൻ ഫോളിക്കിൾ ആണ് മെച്ചർ ആയിട്ട് റപ്ചർ ആവാനിരിക്കുന്ന ഫോളിക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ആവും. ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ആവുമ്പോൾ ഇയാളാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ റപ്ചർ ആയിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിളിന് അടുത്തത് എന്ത് സംഭവിക്കുന്നതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അയാൾ എന്തായി മാറും? കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്ന ഒരു എൻഡോക്രൈൻ സിസ്റ്റം ആയിട്ട് മാറും. അപ്പൊ കോർപ്പസ് ലൂട്ടിയം പിന്നീട് ദെൻ റീജനറേറ്റ് ചെയ്യും. ഇതാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈവെന്റ്സ് എല്ലാം എവിടെയാണ് നടക്കുന്നത്? ഇത് ഓവറിയിൽ നടക്കുന്ന ഈവന്റ് ആണ്. നോക്ക്, ഓവറിയിൽ ഒരുപാട് പ്രൈമറി ഫോളിക്കിൾ ഉണ്ട്. അതിൽ ഒരു പ്രൈമറി ഫോളിക്കിൾ സെക്കൻഡറി ഫോളിക്കിൾ ആയി മാറും. ഒരു സെക്കൻഡറി ഫോളിക്കിൾ ടേഴ്ഷറി ആയി മാറും. ടേഴ്ഷറി ഫോളിക്കിൾ ഗ്രാഫിയൻ ആയി മാറും. ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യും. ഇതാണ് എന്ത്?
ഇതാണ് ഓവുലേറ്റ് ചെയ്യുന്നത്, ഓവുലേഷൻ എന്ന് പറയുന്നത്. ആഫ്റ്റർ ഓവുലേഷൻ ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്തായി മാറി? കോർപ്പസ് ലൂട്ടിയം ആയി മാറി. ദെൻ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്ത് ഓവറിൽ നിന്ന് തന്നെ ഇല്ലാതെയായി. ഇതാണ് ഫോളിക്കിൾ ഡെവലപ്മെന്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫോളിക്കുലാർ ഡെവലപ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഫോളിക്കിൾ ഡെവലപ്മെന്റ് ആണ്. ഫോളിക്കിൾ ഡെവലപ്മെന്റിനെ പറ്റി ഞാൻ ഡിസ്കസ് ചെയ്ത കംപ്ലീറ്റ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് അടിപൊളിയായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്ന ഫ്രണ്ട്സിനും ഒന്ന് അയച്ചു കൊടുക്കുക. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ബാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.